ജീവിതത്തിന്റെ വേദി, അനുഭവങ്ങളുടെ വേദി, അനന്തമായ ആസ്വാദനത്തിന്റെ അത്ഭുത വേദി. ഇത് റെഡ് കാർപ്പറ്റ്. കരുത്തറിയിച്ച പ്രതിഭകളും കലർപ്പില്ലാത്ത പ്രകടനങ്ങളുമായിട്ട് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലെ ഓരോ എപ്പിസോഡ്സും ഭയങ്കര വ്യത്യസ്തമായിട്ട് എപ്പിസോഡ്സ് ആയിരുന്നു. ഇന്നത്തെ എപ്പിസോഡിനും ഒരു വലിയ പ്രത്യേകതയുണ്ട്. അതെന്താണെന്നല്ലേ, നമ്മുടെ റെഡ് കാർപ്പറ്റ് വേദി പെൺപ്രതിഭകളുടെ സാന്നിധ്യം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കായിരുന്നു. അവിടേക്ക് ഇന്ന് വരുന്നത് ഒരു പുരുഷ സാന്നിധ്യമാണ്, ഒരു പുരുഷ പ്രതിഭയാണ്. അത് മറ്റാരുമല്ല, മലയാളത്തിന്റെ സ്വന്തം ബഹുമുഖ പ്രതിഭ, നമ്മുടെ എല്ലാം ഫേവറേറ്റ് നാദൃഷിക. ലെറ്റ്സ് വെൽക്കം ടു ദി ഷോ. സോ നാദൃഷിക, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? സുഖം. എന്റെ ഷോയിൽ അതിഥിയായിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. ഒത്തിരി പ്രത്യേകതകളുണ്ട് നാദൃഷിക ഇന്ന് ഈ ഷോയിൽ വന്നതിന്. എന്താ അറിയോ, ഞാൻ കേട്ടതനുസരിച്ചിട്ട് ഈ ഷോയിൽ വരുന്ന ഫസ്റ്റ് പുരുഷ പ്രജ ഞാനത്. അതെ അതെ, നമ്മുടെ പുരുഷ സാന്നിധ്യം എന്നൊക്കെയാണ് ഞാൻ വിശേഷിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ റെഡ് കാർപ്പറ്റ് ഷോയിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എപ്പോഴെങ്കിലും ഏതെങ്കിലും എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളൊരു ഷോയ്ക്ക് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷോയെ കുറിച്ചിട്ട് വലിയ അഭിപ്രായം ഇല്ലാത്തൊരു ഷോ ആണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുക. ഇതിന് അഭിപ്രായമുണ്ട്, നല്ല ഷോ ആയതിൻ്റെ പേരിൽ മാത്രമാണ് വരാനായിട്ട് ഒരു മനസ്സ് തോന്നി. താങ്ക് യു. അപ്പൊ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു ടൈമാണ്. താങ്ക് യു നാദൃഷിക. പിന്നെ നാദൃഷികയുടെ ജീവിതത്തിന്റെ, അതായത് ഒരു അതിനു മുമ്പ് എൻ്റെ ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ ഈ വാദോരാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് പല പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത്. അത് പറയുന്നതിന് മുമ്പ് ഇവിടെ ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ഏറ്റവും മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സ്വാസികയ്ക്ക് ഒരു സർപ്രൈസ് ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മിനി സ്ക്രീനിലെ മത്സരവേദിയിൽ നിന്നും മലയാള ചലച്ചിത്രവേദിയുടെ ഭാഗമായി മാറിയ താരരാജകുമാരി. നമസ്കാരം, ഞാൻ സ്വാസിക. ഈ വേദിയിലേക്ക് ആദ്യം കടന്നു വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്റെ ഗ്രാമത്തെയാണ്. തമിഴകത്തിന്റെ അപ്രപാളികളിൽ അരങ്ങേറ്റം കുറിച്ച ഈ അഭിനേത്രിയെ കാത്തിരുന്നത് മലയാളത്തിലെ ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ. ഓരോ കഥാപാത്രത്തെയും കൃത്യമായി തന്മയത്വത്തോടെ ആയാസരഹിതമായി അവതരിപ്പിച്ചു ഫലിപ്പിക്കുന്ന ഈ അഭിനയ പ്രതിഭ, നർത്തകി, അവതാരക എന്നിങ്ങനെ കടന്നെത്തിയ മേഖലകളിലെല്ലാം കഴിവ് തെളിയിച്ചു മുന്നേറുന്നു. മികച്ച സ്വഭാവ നടി സ്വാസിക വിജയ്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട സ്ത്രീപക്ഷ ചലച്ചിത്രമായ വാസന്തിയിലെ കേന്ദ്ര കഥാപാത്രത്തിന് മികവാർന്ന അഭിനയത്തിലൂടെ ജീവൻ പകർന്ന് മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ സ്വന്തം സ്വാസികയ്ക്ക് അഭിമാനപൂർവ്വം അമൃത കുടുംബത്തിന്റെ ഹൃദയം തൊട്ട ഭാവുകങ്ങൾ. ഇത് തീർന്നില്ല, ഇനി ഒരു ചെറിയ ചടങ്ങ് കൂടിയുണ്ട്. ആ ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ അമൃത ടിവിയുടെ ക്രിയേറ്റീവ് ഹെഡ്, നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ ശ്യാമപ്രസാദ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. സോ ഞങ്ങളുടെ ഈ ഷോയിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സ്വാഗതം പറയേണ്ട കാര്യമില്ല, എന്നാലും ഈ ഷോ നമ്മുടെ ഭാഗമാണ്. ഇന്ന് പ്രത്യേകിച്ച് വരാൻ കാര്യം സ്വാസികയുടെ ഈ ഒരു വളരെ ഉജ്ജ്വലമായിട്ടുള്ള വിജയത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. കൺഗ്രാജുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. അത്ര എളുപ്പമുള്ള കാര്യമല്ല, കാരണം അവാർഡ് പലതവണ കിട്ടിയ ഒരാളെന്നുള്ളതിനപ്പുറം അവാർഡ് ജൂറികളിൽ, ഇവിടെയുള്ള ദേശീയ ജൂറികളിലൊക്കെ പങ്കെടുത്ത ഒരാളെന്ന രീതിയിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാവുന്നത്, അത്രയധികം ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ 10-15 പേരടങ്ങുന്നൊരു ജൂറിയിൽ നിന്നും ഒരു സമ്മാനം കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ഭാവനടി എന്നുള്ളത് എത്രമാത്രം വിശാലമായ ഒരു ക്യാൻവാസാണ്. എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ട്രസ്സുകൾ, നമ്മളുടെ ഭാഷയിലുള്ള എത്രയോ പ്രഗത്ഭരായിട്ടുള്ള നടിമാർ കൂടിയുള്ള ഒരു മത്സരവേദിയിൽ സ്വാസികയ്ക്ക് ഇത് കിട്ടുന്നു എന്നുള്ളത് വളരെ തീർച്ചയായും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് സ്വാസികയുടെ അഭിനയ ജീവിതത്തിൽ തീർച്ചയായും മുന്നോട്ട് പോകുന്നതിൽ വലിയൊരു ശക്തി ആവണം. തീർച്ചയായും ഞങ്ങൾക്കെല്ലാം ഈ ചാനലിനും അഭിമാനാർഹമായിട്ടുള്ള ഒരു സമ്മാനമാണിത്. ചാനലിൻ്റെ ഭാഗത്തു നിന്നും
എൻ്റെ സ്വന്തം വ്യക്തിപരമായ ഭാഗത്തു നിന്നും അഭിനന്ദിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു. സാർ, ഇനി നമുക്ക് ഒരു ചെറിയ ചടങ്ങ് കൂടി ഇല്ലേ? അതെ അതെ, ഒരു തീർച്ചയായും. അതെ അതെ, മധുരമില്ലെങ്കിൽ എന്ത് അതെ അതെ ആഘോഷം. അതെ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചൊരു സർപ്രൈസ് ആയിരുന്നില്ല ഇത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ദിവസം നമ്മളെല്ലാവരും മലയാളികൾ അല്ലെങ്കിൽ സിനിമ സ്നേഹിക്കുന്ന എല്ലാവരും സ്നേഹിക്കുന്ന ഒരു ഡയറക്ടറാണ് ശ്യാം സാർ. ശ്യാം സാറിൻ്റെ ആ വാക്കുകൾ എനിക്ക് ഒരുപാട് സന്തോഷം തന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ. ആൻഡ് എനിക്ക് ആരും ഒരു അവസരം തരാതിരുന്നൊരു കാലഘട്ടത്തിൽ എനിക്കൊരു റീ എൻട്രി തന്ന എൻ്റെ ഗുരുതുല്യനായ ഡയറക്ടറാണ് നാദൃഷിക. സോ നാദൃഷിക്കയുടെ ആ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു കേക്ക് കട്ടിങ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി ആ ക്യാരക്ടർ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം. സാർ, ഞാൻ സ്വാസികയുടെ ഫിലിം കണ്ടാണ്, വാസന്തി ഞാൻ കണ്ടു. എൻ്റെ പ്രിവ്യൂ ഷോന് സ്വാസിക എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയി. ഞാൻ അന്ന് സിനിമ കണ്ടിറങ്ങിയപ്പോൾ സ്വാസികയുടെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, സ്വാസികയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം ഈ സിനിമ വഴി ലഭിക്കും. അത് എന്തായിരിക്കും എന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ ആ വാക്ക് ഫലിച്ചതിൽ എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. അമൃത ടിവിയുടെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും, സതീഷ് ചേട്ടനും, അല്ലെങ്കിൽ ഇവിടെ റെഡ് കാർപ്പറ്റിൻ്റെ എല്ലാ ക്രൂവിനും, ഹോൾ അമൃത ടിവിക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്. ഞാനൊന്നും പറയാം. സ്വാസി, എന്തോ കണ്ണീർ കടലായി പോയല്ലോ ഫ്ലോറിൽ. അതെ, ഞാൻ ഭയങ്കര ഇമോഷണൽ ആണ്. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഞാൻ അറിയാതെ തകർന്നു പോകുന്നതാണ്. പക്ഷെ എന്തായാലും അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. നമ്മളിപ്പോ നാദൃഷികയുടെ വിശേഷങ്ങൾ ഞാൻ ഒന്നും ചോദിച്ചില്ല. എന്റെ ജോലി അതാണ്. ഞാനിപ്പോ അങ്ങോട്ട് ചോദിച്ചോണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പൊ ആങ്കർ മാറി. അല്ല, എന്നെക്കാൾ കൂടുതൽ ഇപ്പോ കാര്യങ്ങൾ പറയേണ്ട ആള് സ്വാസികയാണ്. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ ചോദിച്ചു. അതെ, പക്ഷെ നമ്മുടെ ജോലി ഇതായതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചോദിച്ചില്ലെങ്കിൽ ഇവർ വിചാരിക്കില്ല ഞാൻ എന്താണ് ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് പുതിയ വിശേഷമാണ്. അതായത് നാദൃഷിക ഇപ്പോ ഒരു സംവിധായകന്റെ വേഷം അണിഞ്ഞിട്ട് 5 വർഷമായി അല്ലെ? ഗംഭീരമായിട്ട് 5 വർഷം നമ്മളിങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് റോക്കിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ 5ാമത്തെ വർഷം ഒരു പുതിയ വിശേഷമുണ്ട്. എന്താണ് ആ വിശേഷം? പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ 5ാമത്തെ വർഷം ഒരു സിനിമ കൂടി അനൗൺസ് ചെയ്ത്, കറക്റ്റ് അമർ അക്ബർ അന്തോണിയുടെ 5ാം വാർഷികത്തിന്റെ അന്ന് ഒരു സിനിമ അനൗൺസ് ചെയ്തു. അത്രേ ഉള്ളൂ. അതിന്റെ ടൈറ്റില് ഞാൻ ഇപ്പൊ പുറത്ത് പറയുന്നില്ല, അത് ഫസ്റ്റ് ലുക്ക് വരുമ്പോൾ കണ്ടാൽ മതി. അതില് ഒരു 4-5 ക്യാരക്ടേഴ്സ് മാത്രമുള്ളൊരു കൊച്ചു സിനിമയാണ്. ജയസൂര്യയും നമിത പ്രമോദ്, സലിം കുമാർ, അവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇതുവരെ ചെയ്ത സിനിമകളുടെ ജോണറിലല്ല ഈ സിനിമ. അതായത് അമർ അക്ബർ അന്തോണി, കട്ടപ്പനയിലെ ഋതിക് റോഷൻ, മേരാന ഷാജിയിലെല്ലാം അത്യാവശ്യം ഹ്യൂമർ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഒരു ഹ്യൂമറും ഇല്ലാത്ത വെറും ത്രില്ലർ മാത്രമായിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയിൽ നിന്ന് ഒരിക്കലും ഒരു തമാശ പോലും പ്രതീക്ഷിക്കേണ്ട. അതെ, അപ്പൊ നാദൃഷിക ഒന്ന് മാറ്റി പിടിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒന്ന് ചൂട് ഈ സിനിമയ്ക്ക് മാത്രട്ടാ. ഇപ്പോ എല്ലാ സിനിമകളും ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഇപ്പൊ ഈ സിനിമയ്ക്ക് ശേഷം റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ കേശു വീടിന്റെ നാഥനായിരിക്കും. കേശു വീടിന്റെ നാഥൻ സ്വാസിക ഉണ്ട് അതിനകത്ത്, ദിലീപിന്റെ പെങ്ങളായിട്ട്. ഫുൾ തമാശയാണ് ആ സിനിമ. ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ തമാശ ഉള്ളൊരു സിനിമയാണ്. എന്തായാലും മൊത്തത്തിൽ നമ്മളിങ്ങനെ സുഖവും സന്തോഷവും എന്താ പറയാ ആനന്ദത്തിൽ നിൽക്കുമ്പോ ഒരു പാട്ട് ഇല്ലാതെ എന്താണ് ഒരു ആഘോഷം അല്ലേ? അതും നാദൃഷികയുടെ ഫസ്റ്റ് മൂവിയിലെ പാട്ട് കേട്ടാ കൊള്ളാന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഫസ്റ്റ് മൂവി അമർ അക്ബർ അന്തോണിയില് സ്വാസിക, സത്യം പറയട്ടെ, ഞാനാണ് ഈ പാട്ടിന്റെ സംഗീതം എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത ഒരു പാട്ടുണ്ട്. ഇതിന് ആദർശയാണോ ചെയ്തത് എന്ന്. അതായത് നമ്മളുടെ ജോണറിൽ പെടാത്തൊരു ഗാനം, എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു ഗാനം എന്ന് പറയുന്നത്, അത് വളരെ കുട്ടികൾ പാടിക്കൊണ്ട് നടന്ന് സൂപ്പർ ഹിറ്റാക്കിയ ഗാനമാണ്. ശ്രേയക്കുട്ടി പാടിയാണ്. നമ്മുടെ മീനാക്ഷി അഭിനയിച്ച എന്നോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത്. അത് എഴുതിയത് ബാപ്പു ആവാട് എന്ന് പറയുന്ന പുതിയ ആളാണ് സിനിമയിൽ. അദ്ദേഹം മലപ്പുറത്തുകാരനാണ്. നല്ല ഒരുപാട് കവിതകളും മാപ്പിളപ്പാട്ടുകളും എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമാ ഗാനമാണ് എന്നോ ഞാൻ എൻ്റെ മുറ്റത്ത്. ആ പാട്ട് പാടാം. ആ പാട്ട് നമുക്ക് അതാണ് കേൾക്കാൻ ആഗ്രഹം. ശരി. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരി ചുരുമുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ടു പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു, 2ാം നാളെൻ്റെ ജീവനമൊട്ടവൻ എന്തേ വന്നു കട്ടു, ഈരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു,
എന്നോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കീനാവിൻ്റെ പൊൻതൂവൽ കൊണ്ടു പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളെൻ്റെ ജീവനമൊട്ടവൻ എന്തേ വന്നു കെട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. നാദർശിക്ക് പാട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്, എപ്പോഴും പാട്ടുകൾ പാടുന്ന ഒരാളാണ്. ഇതിപ്പോൾ ലൊക്കേഷനിലാണെങ്കിലും എപ്പോഴും പാട്ടൊക്കെ ഇങ്ങനെ മൂളിക്കൊണ്ട് നടക്കുന്ന ഒരാളാണല്ലോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാട്ട് പാടുക എന്ന് പറയുന്നത്, പാട്ട് കേൾക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെയാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഇന്നത്തെ ഗസ്റ്റിൽ നമുക്കൊരു പാട്ട് പാടുന്ന ഒരു കുട്ടി തന്നെ വേണം. കുട്ടി വേണം. അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ യാത്രയിലൂടെ നമ്മളിങ്ങനെ പോയപ്പോ ഒരു കുട്ടിയെ കണ്ടുപിടിച്ചു. ആ കുട്ടിയുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. ഓക്കെ, ശരി. കണ്ണിൽ നിന്മേൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പേലിയൊഴിഞ്ഞു, പൊന്നോ പൂമുട്ടോ വർണ്ണത്തെല്ലോ നിൻ ഭാവം മോഹനമാക്കി. ഹായ്, ഞാൻ ഇന്ദിര കണ്ണൻ. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. കലൂർ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളിലെ 10th സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്നത്. ഇന്നലെ രാവായി പാടി മറഞ്ഞു നിന്റെ അനാഥ മൗനം. മ്യൂസിക് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരു പ്ലേബാക്ക് സിംഗർ ആവാൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കൊല്ലത്തുള്ള രാജേഷ് കൃഷ്ണ എന്ന സാറാണ് എന്നെ മ്യൂസിക് പഠിപ്പിക്കുന്നത്. ഇതെൻ്റെ അപ്പയുടെ പേര് കണ്ണൻ, ഇതെൻ്റെ അമ്മയുടെ പേര് പ്രിയ. ഇവർ രണ്ടുപേരാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാറ് മ്യൂസിക്കിനായാലും സ്റ്റഡീസിനായാലും. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുന്നു, എന്നാൽ കൂടുതൽ ടൈമും വൈഫ് അല്ലെങ്കിൽ ഇന്ത്യയുടെ അമ്മയാണ് കൂടുതൽ ടൈം കൂടെ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നത്. പാട്ടിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് പഠിത്തത്തിൻ്റെ കാര്യവും. അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കും, ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പം രണ്ടും കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. എനിക്ക് ഇങ്ങനെ ഈ വേദിയിൽ പാടാനായിട്ടൊരു ചാൻസ് കിട്ടിയത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അപ്പൊ ഒരു മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ് വരാൻ പോണേ നമുക്ക് മനസ്സിലായി അല്ലേ? കൂടുതൽ പാട്ടും വിശേഷവും ഒക്കെ നാദർശിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ഉണ്ടാവും. അപ്പൊ സ്വാഗതം ചെയ്യാം. ഇന്ദിര കണ്ണൻ, വെൽക്കം ടു ദ ഷോ. സോ ഇന്ദിര കണ്ണൻ, നല്ല പേര്. നാദർശിക ഒരുപാട് പാട്ടിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. നാദർശികയുടെ മുന്നിൽ നമ്മളിപ്പോ കുറച്ച് നല്ല പാട്ടുകളൊക്കെ പാടാൻ പോവാണ്. ഓക്കെ, എന്താ റെഡ് കാർപ്പറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ള? കണ്ടുണ്ടോ ഷോ? റെഡ് കാർപ്പറ്റ് എപ്പോഴും കാണും. റെഡ് കാർപ്പറ്റിൽ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് അച്ഛനും അമ്മയെടുത്ത് ചോദിക്കാം. നമസ്കാരം. നമ്മുടെ ഇന്ദിരയുടെ അച്ഛൻ കണ്ണൻ ചേട്ടനാണ് ഇരിക്കുന്നത്. മകളുടെ ഒരു കാര്യങ്ങളൊക്കെ, പ്രാക്ടീസും സംഭവങ്ങളൊക്കെ എങ്ങനെയാണ്? മോളുടെ കാര്യം പറയുകയാണെങ്കിൽ കൊച്ചുനാൾ മുതൽ അവൾ പൂജാ റൂമിൽ ഈ കീർത്തനം ചൊല്ലുമ്പോൾ വളരെ പെട്ടെന്ന് പഠിക്കാനും അങ്ങനെ ആ ഒരു ഗ്രാസ്പിംഗ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കറക്റ്റ് പറഞ്ഞാൽ കഴിഞ്ഞൊരു 4 വർഷമായിട്ടാണ് സീരിയസ് ആയിട്ട് പാട്ടിലോട്ട് വന്നത്. അച്ഛൻ പാടോ? പാട്ട് ഇഷ്ടമാണ്, പാടത്തില്ല. അമ്മ പാടുമായിരിക്കും? ഇല്ല, ഞങ്ങൾ രണ്ടുപേരും പാടില്ല. ഇന്നത്തെ ഈ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എപ്പിസോഡാണ്. എന്നാലും ഇക്കാരന്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ തുടർന്നുകൊണ്ടിരിക്കും. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. We'll be back. This is Chunga Jewelry Red Carpet. Take care and bye-bye.